ഹലോ ഫ്രണ്ട്സ്, എൻ്റെയും അമ്മയുടെയും കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്? കരൾ ഉലർത്തിയത്. ഓക്കെ, കരൾ ഉലർത്തിയത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം മസാല പുരട്ടാനുള്ള സാധനങ്ങളാണ് ഇത്. വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചേർക്കാം? കുറച്ച് മല്ലിപ്പൊടി. കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. എത്ര? അര ടീസ്പൂൺ അല്ലേ? അതെ, അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇനി മുളക് പൊടി എത്രയാണ്? മുളക് പൊടി അര ടീസ്പൂൺ. അത്ര മതിയാവും. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. മഞ്ഞൾ ഒരു കൃത്യ അളവ് വേണം, അല്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് മൊത്തം പോകും പോയാൽ. അപ്പോൾ അതെ, ഓരോ ഫ്ലേവറും അതിൻ്റെ കൃത്യമായിട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ ഒന്നും മുന്നോട്ട് നിൽക്കും. എല്ലാം കൃത്യമായിരിക്കണം. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ടേസ്റ്റ്, ഇപ്പം കുരുമുളകിൻ്റെ ആണെങ്കിൽ കുരുമുളക്, മുളക് അങ്ങനെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി. ഇനി അത് വീണ്ടും ചേർക്കുന്നുണ്ട്. അപ്പം കുറച്ച് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം അല്ലേ? ഈ കറിവേപ്പിലേക്ക് വളരെ ഗുണമുള്ളത് ഞങ്ങളുടെ കറിവേപ്പില, നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പില. ഇത് തന്നെ കറിവേപ്പില ഇടുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന പോലെ ഇടണം കറിവേപ്പില. അല്ലാതെ ഒന്നോടെ ഇട്ടാൽ എല്ലാവരും എടുത്ത് കളയും. അപ്പം അതിൻ്റെ ഗുണങ്ങൾ കിട്ടത്തില്ല. ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് വളരെയധികം നമ്മൾ പാചകം ചെയ്യുമ്പോഴും നമ്മളതൊരു മരുന്ന് പോലെ കഴിക്കണമല്ല. അതായത് മഞ്ഞൾ ഇങ്ങനെയുള്ള എല്ലാ ഔഷധ ഗുണമുള്ള നമ്മുടെ ഇപ്പോഴത്തെ ആഹാര രീതിക്കകത്ത് ഈ നമ്മൾ കണ്ട ബേക്കറി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയും വീട്ടിൽ നല്ലതായിട്ട് പാചകം ചെയ്ത് കഴിച്ചാൽ തന്നെ അസുഖങ്ങൾ കുറയും. അതുപോലെ ഒരു അരമണിക്കൂർ നേരം വെക്കണം കേട്ടോ. ഇതൊരു അരമണിക്കൂർ നേരം വെച്ച്. മല്ലിയില ഇല്ല, അല്ലെങ്കിൽ കുറച്ച് ലാസ്റ്റ് കുറച്ച് ചേർത്തേനെ. മല്ലിയില ഇല്ല, കൈ കൊണ്ട് ചെയ്താലേ ശരിയാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിക്കാം. കടുകിടൂ. എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക്, കടുക് പൊട്ടുന്നുണ്ട്, പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പൊട്ടി വരട്ടെ. അത് തമിഴ്നാട്ടിലെ അല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെ കരിവേപ്പിലയാണ്. ഞങ്ങൾ നല്ല മഗ്നീഷ്യം ഒക്കെ കൊടുത്ത് തിളപ്പിയേക്കുന്ന. മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കണം കറിവേപ്പിന്. വെള്ളത്തിൽ കലക്കി വെച്ചാൽ കറിവേപ്പ് നല്ല പുഷ്ടിപ്പെടും. പിന്നെ മീൻ കഴുകുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറിവേപ്പില ഇട്ടോ. അടുത്തത് പറഞ്ഞോളൂ. സവാള, ഉരുളക്കിഴങ്ങും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സൂക്ഷിച്ച് വേണം ഇടാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതില്ല, കറിവേപ്പില പൊട്ടിയല്ലോ. കറിവേപ്പില അല്ല, ആ സവാളയും ഇത് ഇടുമ്പോഴത്തേനും നമ്മൾ സൂക്ഷിച്ചിടണമെന്നാണ് പറയുന്നത്. ഇതെന്താ ഫസ്റ്റ് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അതോ ബോയ്സാണ്? നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
ക്യാമറയിൽ എടുക്കുമ്പോൾ ക്ലാരിറ്റി ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഇടയ്ക്ക് എടുക്കുമ്പോഴത്തേനും ക്ലാരിറ്റിയുടെ പ്രശ്നം വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കും കേട്ടോ. വേണ്ട, ഉപ്പ് ഇവിടെ ഉണ്ട്. ഇത് എടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂക്കാൻ വേണ്ടി ഒന്ന് മൂക്കണം. നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമല്ലോ. എന്താണ്? കരടൊലത്ത്, അതാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടും. നമുക്ക് ഉരുളക്കിഴങ്ങും സവാളയും അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിടിപ്പാണ്. നേരത്തെ നമ്മൾ കരൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പോൾ നല്ലൊരു മണം വരും. എന്താ അത് നല്ലൊരു മണമാണ് നമുക്ക് ആ കിട്ടുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു മണം കിട്ടുമ്പോൾ തന്നെ കറിക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ അത് ക്ഷമയോടെ വഴറ്റി കൊടുക്കും. അപ്പം ഗൈസ്, നമ്മൾ ഇനി അടുത്ത ചേരുവകൾ ചേർക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഇനി അടുത്ത് ചേർക്കേണ്ടത്? നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം കുറച്ച് പിടിക്കാൻ വേണ്ടി ചേർക്കും. കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല പൊടിച്ചതാണ്. അല്ല, ഗരം മസാല അല്ല, എപ്പോഴും തെറ്റിപ്പോയി. മസാല ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഇത് ഗരം മസാല. ഗരം മസാല അതുകൂടെ ഇളക്കികളൊക്കെ ഇനി സ്പാച്ചുല ഉണ്ട്. കളയുന്നില്ല. നീ കഴിക്കത്തില്ല അല്ലേ? ഞാൻ കഴിക്കും. അത് ഉപ്പുണ്ട്. ഉപ്പ് കുറച്ച് അരച്ചിട്ട് കാണുന്നത് ചെറിയ ഉപ്പുണ്ടോ? എൻ്റെ കയ്യിൽ ഉപ്പുള്ള പോലെ തോന്നി. അയ്യോടാ, പാപം പോത്ത്. ഇപ്പം കറിക്കകത്ത് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട്.
ഇപ്പോൾ ഓഫ് ചെയ്യാൻ ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഇത് പെരണ്ട് നല്ല ഒരു ഇതായിട്ട് വരണം. ഏകദേശം പെരണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം പറ്റണം. കുറച്ചുകൂടെ വെള്ളം പറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കരൾ പെരട്ട് റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ഇടയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്. നമുക്കിപ്പോൾ ഈ കരൾ പെരട്ട് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റി വെക്കാം. അമ്മേ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. കഴിക്കാൻ പോവാണേ. കഴിക്ക്. ചൂടാ കേട്ടോ. സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്.